നമസ്കാരം, എല്ലാവർക്കും ഗുരുദക്ഷിണയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സുരേഷ്. ഇന്ന് വളരെ പ്രശസ്തമായ സിബി മഹാരാജാവിൻ്റെ കഥ പറയാം എന്നാണ് ഞാനിവിടെ വിചാരിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങൾ ഈ കഥ മുൻപ് കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളുടെ പാഠപുസ്തകങ്ങളിൽ പഠിച്ചിട്ടുണ്ടാവും. എന്നിരുന്നാലും ധർമ്മിഷ്ഠനായ സിബി മഹാരാജാവിൻ്റെ കഥ ഒരു പ്രാവശ്യം കൂടെ കേട്ടെന്ന് വിചാരിച്ച് നമുക്ക് ഒരു നഷ്ടം വരാനില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഈ കഥയിലേക്ക് കടക്കട്ടെ. അപ്പോൾ ഈ കഥ തുടങ്ങുന്നത് ദേവലോകത്ത് വെച്ചാണ്. ദേവലോകത്തിൻ്റെ അധിപനായ ഇന്ദ്രൻ തൻ്റെ ദേവന്മാരായിട്ടുള്ള സഹപ്രവർത്തകരോട് സംസാരിക്കുകയാണ്. അദ്ദേഹം പറയുകയാണ്, ഭൂമിയിൽ അതിധർമ്മിഷ്ഠനും സത്യസന്ധനും ദയാലുവുമായ ഒരു രാജാവ് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ദിനംപ്രതി അങ്ങനെ ഉന്നതങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ഇദ്ദേഹം നമ്മുടെ സ്ഥാനം പോലും ഒരുപക്ഷെ തട്ടിപ്പറിച്ചേക്കാം എന്ന് അദ്ദേഹം പറയുകയാണ്. അപ്പോൾ ഇന്ദ്രൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കാനുള്ളത് എന്തെന്നാൽ അതൊരു പൊസിഷനാണ്. ഇന്ദ്രൻ എന്ന് പറയുന്നത് ഒരു പൊസിഷനാണ്, ദേവന്മാരുടെ രാജാവ് എന്ന പൊസിഷനാണ്. ആ പൊസിഷനിൽ ഇരുന്ന ഒരുപാട് പേരുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ദേവേന്ദ്രൻ എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കേണ്ടതായിട്ടില്ല. അതിന് ഉദാഹരണമായിട്ട് പല കഥകളും പുരാണങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അതിലേക്ക് നമ്മളിപ്പോൾ കടക്കുന്നില്ല. അപ്പോൾ ഇവിടെ ഇന്ദ്രൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സാധാരണ മനുഷ്യൻ തന്നെ തൻ്റെ കഴിവുകളെ വർദ്ധിപ്പിച്ച് എടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് ഏത് ലെവലിൽ വേണമെങ്കിലും എത്താൻ കഴിയും. ഒരു മനുഷ്യന് പോലും, സാധാരണ മനുഷ്യന് പോലും ദൈവൻ്റെ പൊസിഷനിൽ എത്തിച്ചേരാൻ കഴിയും. അതുപോലെ തന്നെ രാജാവായ സിബിക്ക് അദ്ദേഹത്തിൻ്റെ പലതരത്തിലുള്ള കഴിവുകളെ ഇനിയും മെച്ചപ്പെടുത്തി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ദേവലോകത്തിൻ്റെ അധിപൻ പോലും ആകാൻ സാധിക്കും എന്നുള്ളത് ഒരു സത്യം മാത്രമാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ദേവേന്ദ്രന് ഒരു സംശയം തോന്നുകയാണ്. ഇങ്ങനെ വലിയ ഒരു രാജാവായി മാറുമ്പോൾ ഒരുപക്ഷെ ദേവലോകത്തെ ആക്രമിക്കാൻ തോന്നുകയാണെങ്കിൽ ഇദ്ദേഹത്തിന് എന്നെപ്പോലും സ്ഥാനഭ്രഷ്ടനാക്കാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം എത്രത്തോളം നല്ല വ്യക്തിയാണ് എന്ന് മനസ്സിലാക്കേണ്ടത് ദേവേന്ദ്രൻ്റെ ആവശ്യമായി തീരുകയാണ്. അദ്ദേഹത്തിന് എപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു അത്യാഗ്രഹം തോന്നുമോ എന്ന് മനസ്സിലാക്കേണ്ടത് ദേവേന്ദ്രൻ്റെ ആവശ്യമായിട്ട് മാറുകയാണ്. അങ്ങനെ സിബി മഹാരാജാവിനെ പരീക്ഷിക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. ഒരു ദിവസം സിബി മഹാരാജാവ് അദ്ദേഹത്തിൻ്റെ മട്ടുപ്പാവിൽ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു വെള്ളപ്രാവ് പെട്ടെന്ന് പറന്നു വന്ന് അദ്ദേഹത്തിൻ്റെ മടിയിലേക്ക് വീഴുകയാണ്. രക്ഷിക്കണേ എന്ന് കരഞ്ഞുകൊണ്ടാണ് ഈ പ്രാവ് ഇദ്ദേഹത്തിൻ്റെ മടിയിലേക്ക് വീഴുന്നത്. നോക്കുമ്പോൾ അതിന് മുറിവേറ്റിട്ടുണ്ട്, അതിങ്ങനെ പേടിച്ച് വിറയ്ക്കുന്നുണ്ട്. അപ്പോൾ സിബി മഹാരാജാവ് ആ കിളിയെ കയ്യിലെടുത്ത് തടവിയതിന് ശേഷം പറയുകയാണ്, നീ സിബി മഹാരാജാവിൻ്റെ അടുത്താണ് വന്നിരിക്കുന്നത്, ഇനി നീ ഭയപ്പെടേണ്ടതില്ല എന്ന് പറയുകയാണ്. അപ്പോൾ ആ പ്രാവിന് കുറച്ച് സമാധാനമാവും. പക്ഷേ പെട്ടെന്ന് ഒരു പരുന്ത് വേഗത്തിൽ പറന്ന് അവിടെ ഒരു ഭിത്തിയിൽ വന്നിരിക്കുകയാണ്. ആ പരുന്ത് മഹാരാജനോട് പറയുകയാണ്, മഹാരാജാവേ, അങ്ങയുടെ കയ്യിലിരിക്കുന്ന പ്രാവ് എൻ്റെ ഭക്ഷണമാണ്, എൻ്റെ ഭക്ഷണത്തെ എനിക്ക് തന്നാലും എന്ന് പറയുകയാണ്. അപ്പോൾ മഹാരാജാവ് പറയുകയാണ്, ഇത് സിബി മഹാരാജാവിൻ്റെ സ്ഥലമാണ്. ഇവിടെ എന്നെ അഭയം പ്രാപിച്ച ഒരാളെ ഞാൻ മരണത്തിന് വിട്ടുകൊടുക്കില്ല എന്ന്, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കില്ല എന്ന് മഹാരാജാവ് കൃത്യമായിട്ട് പറയുകയാണ്. പക്ഷേ അപ്പോൾ ഈ പരുന്ത് പറയുന്നത് കേട്ടിട്ട് മഹാരാജാവ് ഞെട്ടിപ്പോവുകയാണ്. അങ്ങ് ദയാലുവാണെന്നാണല്ലോ പറയുന്നത്, എന്നിട്ട് അങ്ങ് എൻ്റെ ഭക്ഷണത്തെ തട്ടിപ്പറിക്കുകയാണോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം മഹാരാജാവ് പറയുകയാണ്, ഈ പ്രാവ് എൻ്റെ അടുത്ത് അഭയം പ്രാപിച്ചിരിക്കുകയാണ്, ഈ പ്രാവിന് പകരം ഞാൻ നിനക്ക് വേറെ ഭക്ഷണം തരാം എന്ന് പറയുകയാണ്. പക്ഷേ പരുന്ത് പറയുകയാണ്, ഞാൻ മാംസമുക്കാണ്, അപ്പോൾ എനിക്ക് കഴിക്കേണ്ട ഭക്ഷണം ഏതെങ്കിലും ജീവിയുടെ മാംസമാണ്. അപ്പോൾ ഒന്നിനെ കൊല്ലാതെ എനിക്ക് ഭക്ഷണം നിങ്ങൾക്ക് തരാൻ പറ്റില്ല, അതുകൊണ്ട് നിങ്ങൾ പ്രാവിനെ തന്നെ തിരിച്ചു തന്നാലും എന്ന് പറയുകയാണ്. ദയാലുവും സത്യസന്ധനും വാക്കിന് വിലയുള്ളവനുമായ സിബിക്ക് അങ്ങനെ വെറുതെ പ്രാവിനെ കൊടുക്കാൻ പറ്റില്ല അല്ലേ? അപ്പോൾ സിബി മഹാരാജാവ് പറയുകയാണ്, ശരി,
പറയൂ, നിനക്ക് എന്താണ് വേണ്ടത്? എൻ്റെ രാജ്യമാണോ വേണ്ടത്? നീ എടുത്തുകൊള്ളുക. പക്ഷേ ഈ പ്രാവിനെ വെറുതെ വിടുക എന്ന് പറയുകയാണ്. പക്ഷേ ഗരുഡൻ പറയുന്നത്, എനിക്കെന്തിനാണ് നിങ്ങളുടെ രാജ്യം? എനിക്ക് എൻ്റെ പ്രശ്നം ഇപ്പോഴുള്ള എൻ്റെ വിശപ്പാണ്. എനിക്ക് ആ പ്രാവിനെ തരുമെന്ന് പറയുകയാണ്. ശിവ മഹാരാജ പറയും, അത് ഒഴിച്ച് മറ്റെന്തെങ്കിലും ചോദിച്ചുള്ളൂ എന്ന് പറയുകയാണ്. അപ്പോൾ വേറൊരു കാര്യം പരുന്ത് പറയുകയാണ്, നോക്കൂ, നിങ്ങളുടെ കയ്യിലിരിക്കുന്നത് ഒരു ജീവിയാണ്, ഒരു ജീവനാണ്. ഇപ്പോൾ ഞാൻ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഞാൻ മരണപ്പെടും. അങ്ങനെയാണെങ്കിൽ എൻ്റെ കൂട്ടിലുള്ള കുട്ടികളും മരണപ്പെടും. അപ്പോൾ ഒരു ജീവന് വേണ്ടി പല ജീവനുകളെ കളയുന്നതാണോ നിങ്ങളുടെ ധർമ്മം എന്ന് ചോദിക്കുകയാണ്. തൻ്റെ ധർമ്മത്തെയാണ് ഇപ്പോൾ പരുന്ത് ചോദ്യം ചെയ്തിരിക്കുന്നത്. അപ്പോൾ സിബി പറയുകയാണ്, ശരി, എങ്കിലൊന്ന് ചെയ്യൂ. നിനക്ക് എന്താണ് വേണ്ടതെന്ന് എന്നോട് പറയുക, അത് ഞാൻ നൽകുന്നതായിരിക്കും. ഒന്ന് ആലോചിച്ച ശേഷം പരുന്ത് പറയുകയാണ്, ശരി, ഞാൻ നിങ്ങൾ പറഞ്ഞത് ആക്സെപ്റ്റ് ചെയ്യാം. നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് എനിക്ക് നിങ്ങളുടെ മാംസം ഭക്ഷണമായിട്ട് തരൂ. അങ്ങനെയാണെങ്കിൽ ഞാൻ അത് ഭക്ഷിച്ചു കൊള്ളാം. നിങ്ങൾക്ക് ഈ പ്രാവിൻ്റെ ജീവനും രക്ഷിക്കാം എന്ന് പറയുകയാണ്. പക്ഷേ കുറച്ച് കണ്ടീഷനുണ്ട്. ഒന്ന്, നിങ്ങളുടെ മാംസം എനിക്ക് ദാനം ചെയ്യുമ്പോൾ നിങ്ങൾ കരയാൻ പാടില്ല, നിങ്ങൾ വിഷമിക്കാൻ പാടില്ല. പൂർണ്ണ മനസ്സോടുകൂടി വേണം എനിക്ക് ദാനം നൽകാൻ. രണ്ടാമത്തത്, എനിക്ക് ഇങ്ങനെ ഒരു കൃത്യം ചെയ്യുമ്പോൾ നിങ്ങളുടെ ഭാര്യയും മകനും നിങ്ങളുടെ അടുത്ത് ഉണ്ടാകണമെന്ന് പറയുകയാണ്. സിബി മഹാരാജാവ് ഇതിനെല്ലാത്തിനും സമ്മതം മൂളുകയാണ്. അങ്ങനെ ഒരു ത്രാസ് കൊണ്ട് അവിടെ വെക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഇദ്ദേഹത്തിൻ്റെ ഭാര്യയെയും മകനെയും കൊണ്ടു നിർത്തിയിരിക്കുകയാണ്. എന്നിട്ട് സിബി മഹാരാജാവ് തൻ്റെ വാളെടുത്ത് തൻ്റെ വലത്തെ തുടയിൽ നിന്ന് മാംസം മുറിച്ചെടുത്ത് ഈ ത്രാസിലേക്ക് ഇടുകയാണ്, ഒരു തട്ടിലേക്ക്. മറ്റേ തട്ടിൽ ആ പ്രാവും ഇരിക്കുകയാണ്. പക്ഷേ പ്രാവിരിക്കുന്ന ഭാഗം താന്ന് തന്നെ ഇരിക്കുകയാണ്. വീണ്ടും അദ്ദേഹം തൻ്റെ തുടയിൽ നിന്ന് മാംസം മുറിച്ച് തട്ടിലേക്ക് ഇടുകയാണ്. എത്ര മുറിച്ചിട്ട് കഴിഞ്ഞാലും ആ തട്ട് പൊങ്ങി തന്നെ ഇരിക്കുകയാണ്. ഇതെന്താണ് മറിമായൊന്നറിയാതെ അവസാനം മഹാരാജാവ് ആ ത്രാസിൻ്റെ തട്ടിലേക്ക് തന്നെ കയറിയിരിക്കുകയാണ്. പെട്ടെന്ന് അവിടെ വലിയൊരു പ്രകാശം വരികയാണ്. പ്രാവിനെയും കാണാനില്ല, പരുന്തിനെയും കാണാനില്ല. അതിനു പകരം അവിടെ ദേവേന്ദ്രനും അഗ്നിദേവനും പ്രത്യക്ഷപ്പെടുകയാണ്. എന്നിട്ട് സിബി മഹാരാജാവിനോട് പറയുകയാണ്, നിങ്ങളുടെ വാക്കിൽ നിന്ന് വ്യതിചലിക്കുമെന്നോ നിങ്ങളുടെ ധർമ്മത്തിൽ നിങ്ങൾ പിന്മാറുമോ എന്ന് അറിയാൻ വേണ്ടിയാണ് ഞങ്ങളൊരു പരീക്ഷണം നടത്തിയതാണ്. ആ പരീക്ഷണത്തിൽ നിങ്ങൾ വിജയിച്ചിരിക്കുന്നു, നിങ്ങൾ നീണാൾ വാഴട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് അനുഗ്രഹിച്ചതിന് ശേഷം അവർ തിരിച്ചു പോവുകയാണ്. അത്രത്തോളം ധർമ്മിഷ്ഠനും ദാനശീലനും ദയാലുവും സത്യസന്ധനുമായ ഒരു മഹാരാജാവായിരുന്നു സിബി. ഓർത്തു നോക്കൂ, നമ്മളുടെ ഇന്നത്തെ കാലത്ത് നമ്മുടെ ഭരണാധികാരികൾ സിബി മഹാരാജാവിൻ്റെ 100-1 കാര്യങ്ങൾ ചെയ്തിരുന്നെങ്കിൽ നമ്മുടെ രാജ്യം എത്ര സുന്ദരമായിരുന്നേനെ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ കഥ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.